അവിടെ ആസൂത്രണത്തിൻ്റെയും കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് ഈ കേരളം പോലുള്ള എല്ലാത്തിനും പ്രതികരിക്കുന്ന മനുഷ്യ വിഭവങ്ങളുള്ള മനുഷ്യ സംഘടനാശേഷിയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്ര ഗുരുതരമായ ക്രമസമാധാന വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ ക്രമസമാധാന പാലകന്മാരും എത്തി നോക്കാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, 2011 തന്നെ അവർക്ക് പതിച്ചു കിട്ടിയിരിക്കുന്ന ഈ അവകാശ അധികാരങ്ങൾ ഭാവിയിൽ കേരളത്തിലെ ബഹുജനങ്ങളെ ഊറ്റിക്കൊണ്ടുപോകുന്നതിന് പര്യാപ്തമായിരുന്നുവോ? അല്ല, ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, അത് ശരി, അങ്ങ് ആദ്യ ഊഴത്തിൽ അത് പറഞ്ഞു. അല്ല, ഈ NHAയ്ക്ക് അറിയാമല്ലോ അല്ലേ ഈ പണി മര്യാദയ്ക്കല്ല നടക്കുന്നത് എന്ന്, ഇത് സമയബന്ധിതമായി പൂർത്തിയാകുന്നില്ല എന്ന്, ഇത് കൃത്യമായിട്ടല്ല നടപ്പിലാക്കുന്നത്, ഇത് ശാസ്ത്രീയമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്, ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നത് കണ്ടറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു അതോറിറ്റി ഉള്ളത്. അവിടെ എന്തുകൊണ്ടാണ് ഇടപെടൽ ഉണ്ടാവാത്തത് അങ്ങനെയാണെങ്കിൽ? അല്ല മാധു, ഇത് ഒരുപക്ഷെ താങ്കളുടെ എന്താ പറയുക ജീവിത പരിധിക്കുള്ളത് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും വേദന ഉണ്ടാവുന്നത്. ഞാൻ ഇന്നലെ കാസർഗോഡ് നിന്നും എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ സമാനമായ അനുഭവമാണ് എനിക്ക് തലശ്ശേരിക്കും മാഹിക്കും ഇടയിൽ ഉണ്ടായത്. നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്ക് പുറകിൽ ഞാൻ കാത്തിരുന്ന് കുറേ കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ലൈൻ മാത്രം നീങ്ങുന്നില്ല. കാരണം എന്താണ്? അവിടെയുള്ള നിങ്ങൾ ഈ പറഞ്ഞ 8ഉം 10ഉം ചക്രമുള്ള ലോറിക്കാരൻ അവൻ്റെ ഇത് താങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിന് തേയ്മാനം സംഭവിക്കുന്നതിന് അവൻ നിർത്തിയിട്ടു. നമ്മളെ ഇത് ബോധവൽക്കരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ അവിടെ ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ അനീതി പ്രവർത്തിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കാനോ അവരെ തിരുത്താനോ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഏജൻസികളാവുന്നില്ല. അവർക്ക് കിട്ടുന്ന സ്വാധീനവും അവർക്കുണ്ടാകുന്ന പ്രേരണയും നാം തന്നെ പറഞ്ഞു. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പേരിലുള്ള ഇതിൻ്റെ സ്രോതസ് ആധികാരികമായിട്ട് എനിക്ക് വേദിയിൽ പറയാൻ എൻ്റെ കയ്യിൽ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ലിക്വിഡ് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടും ഞാനത് ആരോപിക്കുന്നില്ല എന്ന് മാത്രം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലെ അങ്ങനെ ഗുണ്ടായിസം കാണിക്കുകയും അങ്ങനെ തോന്നിവാസം കാണിക്കുകയും അങ്ങനെ ബിനാമിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആദ്യം തിരിച്ചറിയുകയും അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണ്ടത് NHA ആണല്ലോ. അങ്ങ് എന്താണ് ആ വാക്ക്, ആ സ്ഥാപനത്തെ കുറിച്ച് മാത്രം ഇണ്ടാത്തത്? അങ്ങേക്ക് മുൻകൂറുള്ള മുഴുവൻ സംസ്ഥാന സർക്കാരുകളെ കുറിച്ച് പറയാൻ അറിയാം, അങ്ങേക്ക് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് പറയാം, അങ്ങേക്ക് NHAയെ കുറിച്ച് ഒരു പരാതിയുമില്ലേ? മാധു, പരാതിയുണ്ട്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. തൃശ്ശൂരിലെ BJP ഘടകം NHAയ്ക്കെടുക്കും ഈ ട്രോളിനെതിരെയും സമരം ചെയ്തിട്ടുണ്ട്. മാത്രമാണോ? മാധുവിന് ഓർമ്മയുണ്ടോ? പിന്നെ PC ജോർജ് അദ്ദേഹം MLA ആയിരുന്നു അപ്പോഴെന്ന് എനിക്കറിയില്ല, അതിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 20 വാഹനങ്ങളിലധികം ക്യൂവിലുണ്ടെങ്കിൽ ആ ടോൾ പ്ലാസയിൽ നിന്നും അവരുടെ നികുതി ഈടാക്കാതെ അവരെ തുറന്നു വിടണം എന്നുള്ള നിയമം കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ മാധു? അന്ന് ആ മനുഷ്യൻ ആ ടോൾ പ്ലാസയിൽ ചെന്ന് അവരുടെ ഡിവൈഡർ തട്ടി എറിഞ്ഞപ്പോൾ കേരളത്തിലെ ക്രമസമാധാനം പാലിക്കുന്നവർ ആരോടൊപ്പമായിരുന്നു നിന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും പോയപ്പോൾ നമ്മളിത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് നിങ്ങൾ പറയുന്ന കേവലം NHA മാത്രമല്ല, NHAയുടെ കുറ്റങ്ങളെക്കുറിച്ചും NHAയുടെ പോരായ്മയെക്കുറിച്ചും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. സംഘടനാ തലത്തിലും അന്ന് ട്രോൾ വന്നപ്പോഴും ഇടക്കാലത്തുണ്ടായ പ്രവർത്തനങ്ങളും ശക്തമായ പ്രക്ഷോഭത്തിനും അവരൊപ്പം നിന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയം കോടതിയുടെ പരിഗണന അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്, അവരുടെ ഭാഗങ്ങൾ കൂടി കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ മാധുവിനോടൊപ്പം ചേർന്ന് തന്നെയാണ് പറയുന്നത്. ഇക്കാലം അത്രയും നടന്ന ഈ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് മെമ്പർമാർ, MLAമാർ, MP മാർ, ഈ തരത്തിൽ ക്രമസമാധാനം പാലിക്കേണ്ട ആളുകൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് കേരളത്തിലെ ദേശീയപാത BJP സർക്കാരിന്റെ സംഭാവനയാണ്, സമ്മാനമാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എല്ലാ നേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് അഭിമാന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് കാണുമ്പോൾ മാത്രം ചരിത്രം തികയുക, അപ്പോൾ മാത്രം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പറയുക എന്നുള്ളതാണ്.